കുട്ടികൾ ഇന്നത്തെ ചാപ്റ്റർ 9 എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദി ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ഡൽഹി സുൽത്താനേറ്റിന്റെ സ്ഥാപനവും അതിന്റെ വ്യാപനവും അതെങ്ങനെയാണ്, ഏതൊക്കെ സുൽത്താനേറ്റ്സ്, അതായത് ഏതൊക്കെ ആൾക്കാരാണ് നമ്മുടെ ഡൽഹി ഭരിച്ചിരുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് അറബികളുടെ ആഗമനവും പിന്നെ ഡൽഹി സുൽത്താനേറ്റിലെ അടിമവംശം, ഗിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം എന്നിവരെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അറബികളുടെ ആഗമനമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എങ്ങനെയാണ് 8-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് അറബികൾ ഇന്ത്യൻ പ്രദേശങ്ങളെ ആക്രമിക്കാൻ ഇടയായത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അറബികളുടെ ആഗമനത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ 8-ാം നൂറ്റാണ്ടിലാണ് അറബികൾ ആദ്യമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആക്രമിക്കാൻ വന്നത്. പക്ഷേ അറബികളും ഇന്ത്യയും തമ്മിൽ വളരെ മുൻപേ വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. അറേബ്യൻ കച്ചവടക്കാർ ഇന്ത്യയിലൂടെയാണ് രാജ്യങ്ങളുമായി വ്യാപാരം നടത്തിയിരുന്നത്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭരണം സ്ഥാപിച്ച് ആദ്യത്തെ സ്ഥലം സിന്ധ് ആണ്. പക്ഷേ അന്ന് മുഴുവൻ ഇന്ത്യയും പിടിച്ചെടുക്കാൻ അറബികൾക്ക് കഴിഞ്ഞില്ല. കാരണം വടക്കേ ഇന്ത്യയിൽ പ്രതിഹാരന്മാർ ശക്തരായിരുന്നു. കാരണം വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നവർ കുറച്ചുകൂടി ശക്തന്മാരാണ് അർത്ഥം. പിന്നീട് പ്രതിഹാരന്മാരുടെ പതനത്തോടെ വടക്കേ ഇന്ത്യയിൽ അധികാരശൂന്യത വന്നു. ഈ സമയത്താണ് തുർക്കികൾ അധിക ശക്തി പ്രാപിച്ച് മുന്നോട്ട് വന്നത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് മുഹമ്മദ് ഗസ്നിയും മുഹമ്മദ് ഗൂറിയുമാണ്. അവരെക്കുറിച്ചിട്ടാണ്. അവരാണ് ഇന്ത്യയെ ആദ്യകാലത്ത് ആക്രമിച്ച പ്രധാന തുർക്കി ഭരണാധികാരികൾ. ആരൊക്കെയായിരുന്നു? മുഹമ്മദ് ഗസ്നിയും മുഹമ്മദ് ഗൂറിയും. ഇന്ത്യയുടെ സമ്പത്തായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. ഇനി നമ്മൾ ആദ്യം പറയുന്നത് മുഹമ്മദ് ഗൂരിയുടെ ആക്രമണങ്ങൾ എങ്ങനെയൊക്കെയാണെന്നാണ് നോക്കുന്നത്. മുഹമ്മദ് ഗൂരി ഗസ്നിയുടെ പ്രദേശം പിടിച്ച ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു. ആദ്യം മുൾട്ടാൻ പിടിച്ചു. പിന്നീട് വടക്കേ ഇന്ത്യയിലെ ഹിന്ദു രാജാക്കന്മാരോട് യുദ്ധം ചെയ്തു. ഈ സമയത്ത് അജ്മീർ, ചൗഹാൻമാർ മുതലായവർ ശക്തി പ്രാപിക്കുന്നുണ്ടായിരുന്നു. ഇവരാണ് പിന്നീട് ഇരു കൂട്ടരുടെയും സംഘടനത്തിന് കാരണമായത്. ഇതാണ് ഇനി നമ്മൾ നോക്കുന്ന തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചാണ്. അവർ AD 1206 മുതൽ 1526 വരെയുള്ള കാലമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നവർ. ഈ ഒരു കാലഘട്ടമാണ് ഡൽഹി സുൽത്താനേറ്റിന്റെ കാലം എന്ന് അറിയപ്പെടുന്നത്. ഈ കാലത്ത് 5 രാജവംശങ്ങളാണ് ഡൽഹി ഭരിച്ചിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ വരുന്ന ഭാഗങ്ങൾ കുറച്ച് നോക്കാം. സിന്ധു ആണ് ഇന്ത്യയിലെ ആദ്യ മുസ്ലിം പ്രദേശം. ഇത് ഓർത്ത് വെക്കുക നിങ്ങൾ. മുഹമ്മദ് ഗസ്നി, മുഹമ്മദ് ഗൂരി ഇവരാണ് ആദ്യകാലത്ത് ഭരണാധികാരികളായിരുന്നത്. അതേപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1206 1526 ആണോ എന്ന് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ 5 രാജവംശങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചിരുന്നത്. ഇനി അവരാരൊക്കെയാണെന്നാണ്, അവരുടെ കാലഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഡൽഹി സുൽത്താനത്തിലെ 5 രാജവംശങ്ങളെക്കുറിച്ചാണ്. അടിമവംശമാണ് ആദ്യം ഉണ്ടായിരുന്നത്. 1206 മുതൽ 1290 വരെയും, രണ്ടാമത്തെ വംശം ഗൽജി വംശം എന്നും 1290 മുതൽ 1320 വരെയും, മൂന്നാമത് വന്നതാണ് തുഗ്ലക് വംശം 1320 മുതൽ 1414 വരെ. പിന്നീട് നാലാമത്തെ വംശമാണ് ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചിരുന്ന നാലാമത്തെ വംശമാണ് സയ്യിദ് വംശം 1414 മുതൽ 1451 വരെയും. ലാസ്റ്റ് വന്ന ഭരണാധികാരികളാണ് ലോധി വംശത്തിൽപ്പെട്ടവർ. 1451 മുതൽ 1526 വരെയാണ് അവരുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ആരാണ് ഈ മുഹമ്മദ് ഗസ്നി എന്ന് പറയുന്നത്. അവരെങ്ങനെയാണ് ഇന്ത്യയെ ആക്രമിക്കാൻ കാരണം എന്താണെന്നും എന്തിനാണ് ആക്രമിച്ചത് എന്നുമാണ് നോക്കുന്നത്. ഓക്കെ, അൽപതിജിത്തിന്റെ മരണശേഷം 997 ഗസ്നിയിലെ ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ഗസ്നി. 20 വർഷത്തോളം ഇന്ത്യയെ ഭരിച്ച അദ്ദേഹം മധ്യേഷ്യയിൽ സബുക്തജിന്റെ പുത്രൻ എന്ന നിലയിൽ അധികാരം നേടി. ആരുടെയാണ്? സബുക്തജിന്റെ പുത്രൻ എന്ന നിലയിലാണ് അദ്ദേഹം അധികാരം നേടിയത്. ഏകദേശം 20 വർഷത്തോളം അദ്ദേഹം ഭരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മധ്യേഷ്യയിലേക്ക് എത്തുന്നത്. ആരുടെ മരണശേഷമായിരുന്നു വന്നത്? അൽപതിജിത്തിന്റെ മരണശേഷം 997 ഗസ്നിയിലെ ഭരണാധികാരിയായിട്ട് മുഹമ്മദ് ഗസ്നി എത്തുന്നത്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് അഫ്ഗാനിസ്ഥാൻ, സിസ്താൻ, ഖുറാസാൻ എന്നിവിടങ്ങളിലെ പരമാധികാരിയായിരുന്നു അദ്ദേഹം. അതായത് 20ഓളം വർഷത്തോളം ഭരിച്ചു അദ്ദേഹം. മധ്യേഷ്യയിലെ സബുക്തജിന്റെ പുത്രൻ എന്ന നിലയിലാണ് അധികാരം നേടിയത്. അദ്ദേഹത്തിന്റെ പരമാധികാരം ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ, സിസ്താൻ, ഖുറാസാൻ. ഇതെല്ലാം ഓർത്തു വെക്കേണ്ടതാണ്. ഇനി അവർ ഇന്ത്യ ആക്രമിക്കാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് അറിയുന്ന കാരണം സമ്പത്താണ്. ഇത് നമ്മൾ കുറച്ചൊന്ന് ഷോർട്ട് ആക്കിയിട്ടാണ് പറയുന്നത്. പക്ഷേ നിങ്ങളത് എന്ത് ചെയ്യണം, അതിന് ഈ ഒരു പോയിന്റുകൾ മനസ്സിലാക്കി വെച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ ശ്രമിച്ചു. ഓക്കെ, അപ്പോൾ പ്രധാന കാരണം പറയുന്നത് സമ്പത്താണ്. ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നതായിരുന്നു അവരുടെ മെയിൻ ലക്ഷ്യം. പക്ഷേ അവർ മതപരിവർത്തനം ഒരിക്കലും ഒരു ആയുധമാക്കി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതായിരുന്നില്ല. പക്ഷേ മതപരിവർത്തനത്തിന്റെ പേരിലാണ് എന്ന രീതിയിലായിരുന്നു അവർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതല്ല അവരുടെ ഉദ്ദേശം. മതപരിവർത്തനം എന്ന പേരിൽ അവർ ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നതായിരുന്നു അവരുടെ ആക്രമണത്തിനുള്ള പ്രധാന കാരണത്തിൽ പറയുന്നത്. പിന്നീടുള്ള ഒരു പോയിന്റാണ്, സെക്കൻഡ് പോയിന്റാണ് രാഷ്ട്രീയം. മധ്യേഷ്യയിലെ മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ അദ്ദേഹം യുദ്ധം ചെയ്യാൻ പണം ആവശ്യമായിരുന്നു. അദ്ദേഹത്തിന് യുദ്ധം ചെയ്യണമെങ്കിൽ പണം ആവശ്യമായിരുന്നു. പിന്നീട് വരുന്നതാണ് ഹൈന്ദവ ക്ഷേത്രത്തിലെ സമ്പത്ത്. സോമനാഥ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ സ്വത്തായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നത് എന്താണ്? മതപരിവർത്തനമാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം എന്നാണ്. പക്ഷേ അവരുടെ മതത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരികയായിരുന്നില്ല അവരുടെ പ്രധാന ഉദ്ദേശം. അവർ ഇന്ത്യ ആക്രമിക്കാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? സമ്പത്ത്. അപ്പോൾ സമ്പത്ത് കൊള്ളയടിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പ്രധാന ആക്രമണങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് 17 തവണയാണ് ഇന്ത്യയെ ആക്രമിച്ചത്. അതെല്ലാം സമ്പത്തിന് വേണ്ടിയിട്ടായിരുന്നു. 1001 ജയ്പാൽ രാജാവിനെ പെഷവാറിൽ വെച്ച് തോൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് പഞ്ചാബ് പിടിച്ചടക്കി. ഗസ്നിയിൽ 3 തവണ ആക്രമണം നടത്തി കൊള്ളയടിച്ചു. കൊള്ള മുതൽ കൊണ്ട് ഗസ്നിയിലെ പള്ളികളും മദ്രസകളും പണിതു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആക്രമണങ്ങളിലെ പ്രധാന ആക്രമണങ്ങളാണ്, 3 പ്രധാന ആക്രമണങ്ങളാണ് ഈ പറയുന്നത്. 17 തവണയാണ് ഇന്ത്യയിൽ ആക്രമണം നടത്തിയത്. പിന്നീട് പറയുന്നത് 1001 ജയ്പാൽ രാജാവിനെ പെഷവാറിൽ തോൽപ്പിക്കുകയും പഞ്ചാബ് പിടിച്ചടക്കുകയും ചെയ്തു. ഗസ്നിയിൽ 3 തവണ ആക്രമണം നടത്തി കൊള്ളയടിക്കുകയും ആ കൊള്ളയടിച്ച മുതലുകൾ കൊണ്ട് പള്ളികളും മദ്രസകളും എല്ലാം പണി കഴിപ്പിക്കുകയും ചെയ്തു. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ.
അതോടൊപ്പം തന്നെ പണ്ഡിതർക്കും കവികൾക്കും വലിയ പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്തു. 1030 അദ്ദേഹം അന്തരിച്ചു. മുഹമ്മദ് ഗസ്നി അന്തരിച്ചു. അതിനുശേഷം ഗസ്നി സാമ്രാജ്യവും അവിടെ ഇല്ലാതായി. ഇനി വരുന്നതാണ് മാമലൂക്ക് സുൽത്താൻമാർ. അവരാരായിരുന്നു എന്നും എങ്ങനെയാണ് ഇൽത്തുമിഷ് തന്റെ അധികാരം നിലനിർത്തിയത് എന്ന് നോക്കാം നമുക്ക്. മാമലൂക്ക് സുൽത്താൻമാർ ആരാണെന്ന് നോക്കാം. AD 1206 മുതൽ 1290 വരെ ഡൽഹി ഭരിച്ച ഭരണാധികാരികളെ പതാൻകാർ അല്ലെങ്കിൽ അടിമ രാജാക്കന്മാർ, ടർക്കിഷ് മോളൂസ് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. എന്തൊക്കെയാണ്? പതാൻകാർ, ധ എന്ന് വരുന്നത് ഖഥ എന്ന് എഴുതുന്നതായ കേട്ടോ. പതാൻകാർ, അടിമ രാജാക്കന്മാർ, ടർക്കിഷ് മോലൂസ് എന്നിങ്ങനെ പല പേരുകളിൽ അവർ അറിയപ്പെട്ടു. ഡൽഹി സുൽത്താനേറ്റിലെ രാജാക്കന്മാരാണ് മാമലൂക്ക് എന്നറിയപ്പെട്ടിരുന്നത്. ഡൽഹി സുൽത്താനേറ്റിന് തുടക്കം കുറിച്ചത് കുത്തബ്ദീൻ ഐബക്ക് ആയിരുന്നു. അദ്ദേഹം ഒരു അടിമയായിരുന്നു. ക്രമേണ അദ്ദേഹം മുഹമ്മദ് ഗോറിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തന്മാരിൽ ഒരാളായി മാറി. മുഹമ്മദിന്റെ മരണശേഷം ആദ്യകാല തുർക്കി സുൽത്താനേറ്റ് ഐബക്ക് ആണ് സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ ധീരത, കർമ്മകുശലത എന്നീ ഗുണങ്ങൾ സമകാലികരുടെ പ്രശംസയ്ക്ക് കാരണമായിട്ടും ഉണ്ടായിരുന്നു. ഇൽത്തുമിഷ് ആരാണെന്ന് നോക്കാം നമുക്ക്. ഐബക്കിന്റെ മരണത്തെ തുടർന്ന് സിംഹാസനത്തെ ചൊല്ലി ഒരു തർക്കം ഐബക്കിന്റെ മകനായ ആരാം ഷായും ജാമാതാവായ ഷംസുദ്ദീനും ഇൽത്തുമിഷ് എന്നിവർ തമ്മിലുണ്ടായി. ആരാം ഷായെ പരാജയപ്പെടുത്തി ഇൽത്തുമിഷ് അധികാരത്തിലെത്തി. ഡൽഹി സുൽത്താനേറ്റ് ശരിക്കും ഒരു സ്വതന്ത്ര രാഷ്ട്രമായി. ഡൽഹിയെ അദ്ദേഹം സംസുഷ്ഠിതമായ ഒരു രാഷ്ട്രമാക്കി മാറ്റി. ഡൽഹി സുൽത്താനേറ്റിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്ന പേരും അദ്ദേഹത്തിന് ലഭിച്ചു. ഇങ്ങനെയാണ് ഇൽത്തുമിഷിന്റെ കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനങ്ങൾ ശ്രദ്ധേയമാണ്. ഇഖ്താർ സമ്പ്രദായം നടപ്പിലാക്കിയ അദ്ദേഹം സൈന്യത്തെയും നാണയവ്യവസ്ഥയെയും പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. ഇഖ്താർ എന്നാൽ ഭൂഭാഗം തുർക്കിക്ക് നൽകിക്കൊണ്ട് ഫ്യൂഡൽ സമ്പ്രദായം അവസാനിപ്പിക്കുക എന്നതായിരുന്നു. കൂടാതെ സാമ്രാജ്യത്തിലെ വിദൂര പ്രദേശങ്ങളെയെല്ലാം ഒരു കേന്ദ്രവുമായി ഇണക്കി ചേർക്കാനും അദ്ദേഹം ഈ സമ്പ്രദായത്തെ ഉപയോഗിച്ചു. ഇദ്ദേഹത്തിന്റെ മറ്റൊരു ശ്രദ്ധേയമായ പരിഷ്കാരമാണ് സൈന്യത്തിന്റെ പുനഃസംഘടന എന്നത്. ഇൽത്തുമിഷ് പ്രമാണിമാരായ തുർക്കി അടിമകളുടെ സംഘത്തെ നിലനിർത്തിയിരുന്നു. 40 പേർ അഥവാ ബൻദാഗർ ടർക്ക്, ചഗൽഖാനി എന്ന പേരിലാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. 40 പേർ അല്ലെങ്കിൽ ബൻദാഗർ ടർക്ക് അല്ലെങ്കിൽ ചഗൽഖാനി എന്ന പേരിൽ ബൻദാഗർ ടർക്ക് ചഗൽഖാനി എന്ന പേരിലാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. ധാരാളം ചെമ്പ് നാണയങ്ങളും അദ്ദേഹം അച്ചടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യമാണ് ഇൽത്തുമിഷിന്റെ കാലത്തുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഡൽഹി സുൽത്താനേറ്റിൽ ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം നിലനിർത്താൻ എന്തെല്ലാം നടപടികളാണ് ബാൽബർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ്. അപ്പോൾ നോക്കാം, നമ്മൾ ഓരോ പോയിന്റ് ആയിട്ട് നമുക്ക് പറയണം. അപ്പോൾ ആദ്യം നോക്കാം നമുക്ക്. റസിയയുടെ മരണത്തിനു ശേഷം 20 വർഷം ഡൽഹി ഭരിച്ചത് വളരെ ദുർബലമായ രാജാക്കന്മാരായിരുന്നു. എങ്കിലും ഈ കാലത്ത് രാജ്യകാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിയന്ത്രിച്ചത് 40 അംഗത്തിലെ ശക്തനായ ഒരാളും റസിയയുടെ കീഴിലെ സ്വാധീനമുള്ള ഒരു പ്രഭുവുമായിരുന്നു. ഗിയാസുദ്ദീൻ ബാൽബൻ ആയിരുന്നു. ബാൽബന്റെ പ്രധാന ലക്ഷ്യങ്ങൾ 2 കാര്യങ്ങളായിരുന്നു. ഒന്നാമത്തത് രാജസ്ഥാന്റെ അന്തസ്സുയർത്തുക, രണ്ടാമത്തത് തുർക്കി അധികാരം ഭദ്രമാക്കുക. രാജ്യകാര്യമാകെ കലങ്ങി മറിഞ്ഞു കിടക്കുകയായിരുന്നു. ഖജനാവ് ഏറെക്കുറെ കാലിയാവുകയും ചെയ്തു. ഏതാണ്ട് രാജ്യം തകർന്ന അവസ്ഥയിലായിരുന്നു. ഇതിനെയെല്ലാം പുനർജീവിക്കുക എന്നതായിരുന്നു ബാൽബന്റെ പ്രധാന ദൗത്യം. ഭരണത്തിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് പ്രബലമായൊരു സൈന്യം തന്നെ ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തന്മൂലം സൈന്യത്തെ ആകെ അദ്ദേഹം പുനഃസംഘടിപ്പിച്ചു. കാലാൾപ്പടയെയും കുതിരപ്പടയെയും അദ്ദേഹം പ്രാപ്തരും പരിചയസമ്പന്നരുമായ സേനാധിപന്മാരുടെ കീഴിലാക്കി. തുടർന്ന് അദ്ദേഹം അതിർത്തി പ്രദേശങ്ങളിലെ ആക്രമണങ്ങൾ അമർച്ച ചെയ്യാൻ ശ്രമിച്ചു. അതിർത്തിയിലെ കലാപകാരികളെ അമർച്ച ചെയ്തതിനു ശേഷം ഓരോ കേന്ദ്രത്തിലും കോട്ട കെട്ടി ക്രമസമാധാന പാലനം അദ്ദേഹം ഭദ്രമാക്കി വെച്ചു. തുർക്കി പ്രഭുക്കന്മാരുടെ അധികാരശക്തി നിയന്ത്രിക്കാൻ ബാൽബൻ ഭൂനിയമം പരിഷ്കരിച്ചു. പഞ്ചാബിനപ്പുറത്ത് വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ മംഗോളിയന്മാരുടെ ശല്യത്തിനും അദ്ദേഹം അറുതി വരുത്തി. കൊട്ടാരത്തെ അദ്ദേഹം രാജകീയ പ്രൗഢിയുള്ളതാക്കി. പഴയ പേർഷ്യൻ കൊട്ടാരങ്ങളുടെ മാതൃകയിൽ ഡൽഹിയിലെ കൊട്ടാരം ബാൽബൻ പരിഷ്കരിച്ചു. പേർഷ്യയിലെ ആചാര രീതികളും അനുഷ്ഠാനങ്ങളും ഡൽഹിയിൽ നടപ്പിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ജാതി വ്യവസ്ഥ നിലനിർത്തിയിരുന്നു. താഴ്ന്ന ജാതിയിൽ ജനിച്ചവരെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ബാൽബൻ 1287 നിര്യാതനായി. ഡൽഹി സുൽത്താന്റെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചതും അതിന് കരുത്തും കാര്യക്ഷമതയും ഉണ്ടാക്കിയതും ബാൽബന്റെ നിശ്ചയദാർഢ്യവും ദീർഘദർശനവുമായിരുന്നു. കലാപകാരികളെയും അനിയന്ത്രിതരായ ഗോത്രവർഗ്ഗങ്ങളെയും അദ്ദേഹം അടിച്ചമർത്താൻ ശ്രമിച്ചു. അതിർത്തിയിലെ മംഗോളിയക്കാരുടെ നീക്കങ്ങൾക്കെതിരെ അദ്ദേഹം സദാ ജാഗ്രത പുലർത്തിയിരുന്നു. അങ്ങനെ സുൽത്താനേറ്റിനെ ശിഥിലീകരണത്തിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല, അതിന് അടിയുറപ്പും ഭദ്രതയും ഏകീകരണവും നൽകാനും ബാൽബന് കഴിഞ്ഞു. ഇതെല്ലാമാണ് ബാൽബനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് അലാവുദ്ദീൻ ഖിൽജി കമ്പോള പരിഷ്കാരങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജി ആരാണെന്നും അദ്ദേഹത്തിന്റെ കാലയളവ് ഏതാണെന്നും അദ്ദേഹം എന്തൊക്കെയാണ് കമ്പോള പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് നൽകിയത് എന്ന് നോക്കാം. ഓക്കെ.